ഇത് ആ 51 വെട്ടുകളുടെയും ആ ഇന്നോവ കാറിന്റെയും കഥയാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ഒരു ഉന്മൂലനത്തിന്റെ കഥ. 2012 മെയ് 4 രാത്രിയാണ് TP ചന്ദ്രശേഖരൻ ഒരു കൊട്ടേഷൻ ടീമിന്റെ വെട്ടേറ്റ് കൊല്ലപ്പെടുന്നത്. അന്ന് ആ അക്രമികൾ TP ചന്ദ്രശേഖരന്റെ ശരീരത്ത് വെട്ടിയത് 51 തവണയായിരുന്നു. അതിൽ ഭൂരിഭാഗം വെട്ടുകളും തലയിലും മുഖത്തുമായിട്ടായിരുന്നു. ഓഞ്ചിയത്തിന്റെ ജനകീയ നേതാവ് ആ റോഡിൽ കിടന്ന് ചോര വാർന്ന് മരിച്ചു. അത് കേവലം ഒരു രാഷ്ട്രീയ കൊലപാതകം മാത്രമായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അത്യുന്നത നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിച്ച ഒരു വിമതനെ അയാളുടെ കോട്ടയിൽ വച്ച് തന്നെ തീർത്തു കളഞ്ഞത് ഒരു വ്യക്തമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് തന്നെയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആളുകൾ വിട്ടുപോകുന്നത് പുതിയൊരു കാര്യമല്ല. പക്ഷെ പാർട്ടി വിട്ട വിമതൻ ആ പാർട്ടിയുടെ സ്വന്തം തട്ടകത്തിൽ നിന്ന് അവരെ പരസ്യമായി വെല്ലുവിളിക്കുന്നത് അത് വെറുമൊരു രാഷ്ട്രീയ പ്രശ്നമല്ലായിരുന്നു. അത് പാർട്ടിയുടെ അഭിമാനത്തിന് നേരെയുള്ള വെല്ലുവിളിയായിരുന്നു. അറ്റ്ലീസ്റ്റ് അങ്ങനെയാണ് അവരതിനെ കണ്ടത്. പാർട്ടി ചുവപ്പ് കോട്ട എന്ന് കരുതിയ സ്ഥലങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്താൻ ഈ വിമതന് കഴിഞ്ഞതും ഈ വൈരാഗ്യം ഇരട്ടിയാക്കി. 2008 പാർട്ടിയുടെ ലീഡർഷിപ്പുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് TP മാർക്സിസ്റ്റ് പാർട്ടിയുമായി പിരിയുന്നത്. എന്നിട്ട് അദ്ദേഹം RMP അഥവാ റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നുണ്ട്. CPM അന്ന് അതിനെ അത്ര വലിയ ഗൗരവമായിട്ട് കാണുന്നില്ല. പക്ഷെ തൊട്ടടുത്ത ലോക്കൽ പഞ്ചായത്ത് ഇലക്ഷനിൽ കഥ ആകെ മാറുകയാണ്. പതിറ്റാണ്ടുകളായ പാർട്ടിയുടെ തട്ടകമായിരുന്ന ഓഞ്ചിയം പഞ്ചായത്ത് TPയുടെ നേതൃത്വത്തിൽ RMP അട്ടിമറിച്ച് പിടിച്ചെടുക്കുകയാണ്. CPMന് ഏറ്റ തിരിച്ചടി അവിടെയും തീരുന്നില്ല. 2009 വടകര ലോക്സഭാ ഇലക്ഷനിൽ TP ചന്ദ്രശേഖരൻ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. ഈ ഇലക്ഷനിൽ TP വിജയിക്കുന്നില്ല. പക്ഷേ പാർട്ടിയുടെ ഒരുപാട് പരമ്പരാഗത വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അതിന്റെ ഫലമായി അതുവരെ CPMന്റെ ഏറ്റവും ഉറച്ച, ഒരിക്കലും തോൽക്കില്ല എന്ന് വിചാരിച്ച വടകര പാർലമെന്റ് സീറ്റ് UDF പിടിച്ചെടുക്കുകയാണ്. മാത്രമല്ല ഇതിന്റെ ഇടയിൽ RMP പ്രവർത്തകരും CPM പ്രവർത്തകരും തമ്മിൽ പല പ്രാവശ്യം ഏറ്റുമുട്ടുന്നുണ്ട്. നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ വധഭീഷണികളായിട്ട് മാറുന്നുണ്ട്. TP കൊല്ലപ്പെടുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഓഞ്ചിയത്ത് വെച്ച് നടന്നൊരു സമ്മേളനത്തിൽ വെച്ച് CPM ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള K കൃഷ്ണൻ അന്ന് പറഞ്ഞത് TP ചന്ദ്രശേഖരന്റെ തലച്ചോറും തലയും തെരുവിൽ പൂക്കുല ചിതറിക്കുന്ന പോലെ ചിതറിക്കുമെന്നാണ്. അതായത് പരസ്യമായ വധഭീഷണി. അന്ന് CPIM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് TPയെ വിളിച്ചത് കുലംകുത്തി എന്നാണ്, വർഗവഞ്ചകൻ എന്നാണ്. തനിക്കെതിരെ ഇങ്ങനെ ഒരു ഡെത്ത് വാറണ്ട് ഉള്ള കാര്യം TPക്കും അറിയാമായിരുന്നു. അദ്ദേഹം അത് പല പ്രസംഗങ്ങളിലും പറയുന്നുണ്ട്. പക്ഷേ താൻ തൻ്റെ നാട്ടിൽ ജനങ്ങളുടെ ഇടയിൽ സുരക്ഷിതനായിരിക്കും എന്നൊരു വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ ഒരു ആത്മവിശ്വാസമാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവനെടുത്ത ആ ഒരു വലിയ വീഴ്ചയായി മാറിത്തീർന്നത്. കൊണ്ടും കൊടുത്തും ഇങ്ങനെ പ്രശ്നങ്ങൾ കാത്തി നിൽക്കുന്ന സമയത്താണ് 2012 മെയ് 4 ആ രാത്രി എത്തുന്നത്. അന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് പാർട്ടി ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് തൻ്റെ മോട്ടോർ സൈക്കിളിൽ ഒറ്റയ്ക്ക് മടങ്ങുകയായിരുന്നു TP ചന്ദ്രശേഖരൻ. അയാൾ അറിയാതെ ഒരു ഇന്നോവ കാർ അയാളെ പിന്തുടരുന്നുണ്ടായിരുന്നു. രാത്രി കൃത്യം 10 മണി കഴിഞ്ഞ് 13 മിനിറ്റ് വെള്ളിക്കാട് വെച്ച് ആ ഇന്നോവ കാർ പിന്നിൽ നിന്ന് വന്ന് TPയുടെ ബൈക്കിനെ ഇടിച്ചു തെറിപ്പിക്കുകയാണ്. റോഡിലേക്ക് തെറിച്ച് വീണ ചന്ദ്രശേഖരൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പേ തന്നെ ആ കാറിന്റെ ഡോറുകൾ തുറക്കുകയാണ്. അതിൽ നിന്ന് വടിവാളുകളുമായി 7 പേര് പുറത്തിറങ്ങി. വാളുകളും മാരകായുധങ്ങളുമായിട്ട് അവർ TPയെ തുടർച്ചയായി ആക്രമിക്കുകയാണ്. നാട്ടുകാർ ഓടിക്കൂടാൻ ശ്രമിച്ചപ്പോൾ ആരും അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ആക്രമികൾ ബോംബ് എറിയുന്നുണ്ട്. ഇതെല്ലാം ഏതാനും നിമിഷങ്ങൾ കൊണ്ട് കഴിയുന്നുണ്ട്. TPയുടെ മരണം ഉറപ്പാക്കിയ ശേഷം അവർ ഇന്നോവ കാറിൽ രക്ഷപ്പെടുകയാണ്. ഗുരുതരമായി പരിക്കേറ്റ TPയെ ആശുപത്രിയിൽ എത്തിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ തന്നെ അദ്ദേഹം മരിച്ചിരുന്നു. വാർത്തയറിഞ്ഞ അർദ്ധരാത്രിയിൽ ആശുപത്രിയിലേക്ക് ഓടിയെത്തുന്ന TPയുടെ ഭാര്യ KK രമയെ കാത്തിരുന്നത് 50ലധികം വെട്ടുകളേറ്റ് മുഖം പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം വികൃതമായ TPയുടെ ശരീരമായിരുന്നു. അന്ന് കേരളം ഭരിച്ചിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു. ആ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂരിന് TPയെ കുടുംബത്തെ നേരിട്ടറിയാം. സംഭവം നടന്ന് 1 മണിക്കൂറിനുള്ളിൽ തന്നെ തിരുവഞ്ചൂരിന് ഈ വാർത്ത എത്തുന്നുണ്ട്. അദ്ദേഹത്തിന് അത് വലിയൊരു ഷോക്കായിരുന്നു. അദ്ദേഹം ഉടനെ തന്നെ പോലീസിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. കാലിക്കറ്റിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന റോഡുകളൊക്കെ ബ്ലോക്ക് ചെയ്ത് വാഹനങ്ങൾ പരിശോധിക്കാൻ. കാരണം ഈ സമയത്ത് പോലീസിന് അറിയാമായിരുന്നു ഈ അക്രമികളൊക്കെ രക്ഷപ്പെട്ടത് ഒരു ക്രീം ഇന്നോവ കാറിലാണെന്ന്. അതൊരു കാരണവശാലും കോഴിക്കോട് വിട്ടു പോകരുതെന്ന് പോലീസിന് നിർബന്ധമുണ്ടായിരുന്നു. നേരം വെളുക്കുമ്പോഴത്തേക്കും TP കൊല്ലപ്പെട്ട വാർത്ത കാട്ടു തീ പോലെ കേരളം ആകെ പരക്കുകയാണ്. ഒഞ്ചിയത്തെ CPM വിമത നേതാവ് TP ചന്ദ്രശേഖരനെ അക്രമികൾ വെട്ടിക്കൊന്നു. ഒഞ്ചിയത്ത് നിന്നും 4 കിലോമീറ്റർ. CPMന് TPയോടുണ്ടായിരുന്ന ആ പഴയ ശത്രുതയും അവർ മുൻപ് ഉയർത്തിയ വധഭീഷണിയൊക്കെ കേരള ജനതയ്ക്ക് നന്നായി അറിയാവുന്ന കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിന് പിന്നിൽ CPM തന്നെയാണ് എന്ന രീതിയിലുള്ള വാർത്തകളാണ് നാടെങ്ങും പരക്കാൻ തുടങ്ങിയത്.
അപ്പോൾ ഈ ജനരോക്ഷമൊക്കെ ഭയന്ന് CPM-ന്റെ പല നേതാക്കളും ഈ ആക്രമണത്തെ പരസ്യമായി അപലപിക്കാൻ തുടങ്ങി. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ പ്രതികരണം ഒരു വിചിത്രമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു. ഈ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, ഈ വാർത്ത കണ്ടിട്ട് നിങ്ങൾക്ക് ഞെട്ടൽ തോന്നിയില്ലേ എന്ന് മറ്റോ ചോദിക്കുന്നുണ്ട്. അന്ന് അദ്ദേഹം പറയുന്നത്, ഈ ഞെട്ടൽ തോന്നണമെങ്കിൽ അതിന് മുന്നേ നിങ്ങൾ എന്താണ് കണ്ടിട്ടുള്ളത് എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ആയകുഴമ്പ ഉത്തരമായിരുന്നു. ഞെട്ടാൻ അങ്ങനെയുള്ളൊരു സംഭവങ്ങളല്ലാലും ഞെട്ടുക എന്നൊക്കെ പറയുന്നത് എന്താണ്? അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ മാനസിക നില വെച്ച് തോന്നുന്നതാണ്. നമ്മളിപ്പോൾ ഈ ആക്രമണത്തിനെ പൂർണ്ണമായി തള്ളിപ്പറയണ അദ്ദേഹം മടിക്കുന്നത് പോലെയാണ് അന്നത്തെ മീഡിയയ്ക്കും ജനത്തിനും ഒക്കെ തോന്നിയത്. ഇതേ സമയത്ത് പോലീസിന്റെ അന്വേഷണം ഫലം കണ്ടു തുടങ്ങുന്നുണ്ട്. കണ്ണൂരിലെ ചൊക്ലിക്ക് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ആ ക്രീം കളർ ഇന്നോവ കാർ പോലീസ് കണ്ടെത്തുന്നുണ്ട്. ഈ യഥാർത്ഥത്തിൽ അക്രമികളുടെ പ്ലാന് വേറെ ഒന്നായിരുന്നു. അവർ ആ കാറ് മംഗലാപുരത്തേക്ക് കടത്തിയിട്ട് അവിടുന്ന് പൊളിച്ചു കളയാനായിരുന്നു പ്ലാൻ. പക്ഷെ പോലീസ് പെട്ടെന്ന് തന്നെ റോഡുകളൊക്കെ ബ്ലോക്ക് ചെയ്തതും പരിശോധന ശക്തമാക്കിയതും ചെയ്തതോടെ അവരുടെ ആ പ്ലാൻ പാളുകയായിരുന്നു. അവരുടെ കാറ് ചൊക്ലിക്ക് സമീപം ഉപേക്ഷിച്ചിട്ട് രക്ഷപ്പെടുകയായിരുന്നു. ഇതൊരു ടേണിംഗ് പോയിന്റ് ആവുന്നുണ്ട്. കാരണം കാറിൽ നിന്ന് പോലീസിന് ഒരുപാട് തെളിവുകൾ കിട്ടുന്നുണ്ട്. ഉടനെ തന്നെ ഫോറൻസിക് ടീം അവിടെ എത്തി കാറിനുള്ളിൽ പരിശോധന ആരംഭിക്കുന്നുണ്ട്. ഇതേ സമയം വള്ളിക്കാട്ടെ ആ ക്രൈം സീൻ കേന്ദ്രീകരിച്ച് പോലീസ് മറ്റൊരു ലൈനിൽ കൂടെ അന്വേഷണം നടത്തുന്നുണ്ട്. കൊല നടന്ന സമയത്ത് അവിടെ സജീവമായിരുന്ന മൊബൈൽ ഫോണുകളുടെ വിവരങ്ങൾ അവർ ശേഖരിക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്നും ആ നാട്ടുകാരുടെ ആ ലോക്കൽ നമ്പറുകളിലൊക്കെ അവരെ ഫിൽട്ടർ ചെയ്ത് മാറ്റി. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് ഈ ആക്രമികൾ വന്നിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. ഈ സംശയത്തിലുള്ള നമ്പറുകളിലേക്ക് വന്നതും പോയതുമായിട്ടുള്ള ഫോൺ നമ്പറുകൾ അവർ ട്രേസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് അവർ ലംബു പ്രദീപിലേക്ക് എത്തുന്നത്. പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചപ്പോഴത്തേക്ക് അന്ന് വന്ന കൊട്ടേഷൻ ടീമിനെ കോഴിക്കോട് നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചത് താനാണെന്ന് അയാൾ സമ്മതിക്കുകയാണ്. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തികളും വാളുകളും ഒരു തുണിയിൽ കെട്ടി ലംബു പ്രദീപാണ് ഒരു പൊട്ട കിണറ്റിൽ ഉപേക്ഷിച്ചത്. അത് പോലീസ് വീണ്ടെടുക്കുന്നുണ്ട്. മാത്രമല്ല അന്ന് ആ കാറിലുണ്ടായിരുന്ന 7 പേരുടെയും ഡീറ്റെയിൽസും പേരും പ്രദീപിൽ നിന്ന് പോലീസിന് കിട്ടുന്നുണ്ട്. കൊടി സുനിയുടെ നേതൃത്വത്തിലുള്ള 7 അംഗ സംഘമാണ് ഇത് ചെയ്തത്. ആ ടീമിലുണ്ടായിരുന്നത് MC അനൂപ്, കിർമാണി മനോജ്, TK രാജേഷ്, KK മുഹമ്മദ് ഷാഫി, അണ്ണൻ അജിത്ത്, ഷിനോജ് എന്നിവരായിരുന്നു. ഈ സമയത്തിനുള്ളിൽ ഈ പ്രതികളെല്ലാം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഒളിവിൽ പോയിരുന്നു. പക്ഷെ കേരള പോലീസ് വളരെ വിദഗ്ധമായി തന്നെ ഓരോരുത്തരെയായിട്ട് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ കിർമാനി മനോജും കൊടി സുനിയും ഒളിച്ചിരുന്നത് CPM-ന്റെ കടുത്ത കോട്ടയായിട്ടുള്ള ഒരു പാർട്ടി ഗ്രാമത്തിലായിരുന്നു. പാർട്ടി അറിയാതെ ഒരു ഈച്ച പോലും പറക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ആ പാർട്ടി ഗ്രാമത്തിൽ കയറി രാഖി രാമാനം ഇവരെ പൊക്കുന്നത് ഇപ്പോഴത്തെ കോഴിക്കോട് കമ്മീഷണറായിട്ടുള്ള AP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പോലീസുകാരാണ്. പിന്നീട് LDF അധികാരത്തിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ലൈഫിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം NIA-യിലേക്ക് ഡെപ്യൂട്ടേഷൻ വാങ്ങിച്ച് കേരളം വിട്ടത് തന്നെ ഈ ഹരാസ്മെന്റ് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ഇലക്ഷന് UDF ജയിച്ചതിന് ശേഷം അവരെടുത്ത ആദ്യത്തെ തീരുമാനങ്ങളിലൊന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിണറായി വിജയന്റെ ഗൺമാൻമാര് ക്രൂരമായി മർദ്ദിച്ച കേസ് റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിരുന്നു. ഈ റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വന്ന ടീമിനെ ലീഡ് ചെയ്യാൻ വേണ്ടി കോൺഗ്രസ് കണ്ടെത്തിയത് AP ഷൗക്കത്ത് അലി ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിനെ കോഴിക്കോട് ഡിസ്ട്രിക്ട് പോലീസ് കമ്മീഷണറായിട്ട് നിയമിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് തിരിച്ച് കേസിലേക്ക് വരാം. കൊട്ടേഷൻ സംഘത്തിനെ മൊത്തം പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ഇന്നോവയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിന്ന് അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനായിട്ടുള്ള നവീൻ ദാസിലേക്ക് പോലീസ് എത്തുന്നുണ്ട്. പോലീസ് അയാളെ വിളിപ്പിക്കുന്നു, ചോദ്യം ചെയ്യുന്നു. അയാൾ പറയുന്നത് കൊലപാതകം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ വണ്ടി വാടകയ്ക്കെടുത്തത് CPM കുന്നോത്തുപറമ്പ് ലോക്കൽ സെക്രട്ടറി അംഗമായിട്ടുള്ള KC രാമചന്ദ്രൻ ആയിരുന്നു എന്നാണ്. പോലീസ് ഈ ഗുണ്ടകളുടെയും KC രാമചന്ദ്രന്റെയും ഒക്കെ കോൾ ഡീറ്റെയിൽസ് എടുത്ത് ആഴത്തിൽ പരിശോധിക്കാൻ തുടങ്ങി. അവിടെയാണ് ഈ ഗൂഢാലോചനയുടെ അല്ലെങ്കിൽ കോൺസ്പിറസിയുടെ ഡെപ്ത് പോലീസിന് മനസ്സിലാക്കുന്നത്. അന്വേഷണം പുരോഗമിക്കും തോറും CPM-ലെ വലിയ വലിയ നേതാക്കളുടെയൊക്കെ പേരുകൾ ഇതുവരെ ബന്ധപ്പെട്ട് പുറത്തു വരാൻ തുടങ്ങി. കേസ് അന്വേഷിച്ച പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 3 വ്യക്തമായിട്ടുള്ള ലെവലുകളിലാണ് ഈ കോൺസ്പിറസി നടന്നത്. ഒന്നാമത്തത് ലോക്കൽ ലെവലിലാണ്. CPM കുന്നോത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള KC രാമചന്ദ്രനും കുന്നുമ്മക്കര മുൻ ലോക്കൽ സെക്രട്ടറി അംഗമായിട്ടുള്ള ജ്യോതി ബാബുവും ചേർന്നാണ് കണ്ണൂരിൽ നിന്ന് വന്ന കൊട്ടേഷൻ ടീമിന് ഓഞ്ചിയത്ത് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത്. അവരാണ് TPയുടെ നീക്കങ്ങൾ അപ്പപ്പോ ഇവരെ അറിയിച്ചുകൊണ്ടിരുന്നത്. ലോക്കൽ കമ്മിറ്റിക്ക് മേലെ അടുത്ത ലെവൽ ഏരിയ കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയിലുള്ള ചില നേതാക്കന്മാരാണ് ഈ ഓപ്പറേഷന് വേണ്ടിയുള്ള പണവും പ്ലാനിങ്ങും നടത്തി കൊടുത്തതെന്നാണ് പോലീസ് പറയുന്നത്. ഈ കോൺസ്പിറസിയുമായിട്ട് ബന്ധപ്പെട്ട് CPM ഓഞ്ചിയം ഏരിയ കമ്മിറ്റി സെക്രട്ടറി CH അശോകൻ, ഓഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗം KK കൃഷ്ണൻ, പിന്നീട് പാർട്ടിയുടെ പാനൂർ ഏരിയ കമ്മിറ്റി അംഗവുമായിട്ടുള്ള PK കുഞ്ഞനന്ദൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഈ കുഞ്ഞനന്ദനെയാണ് ഈ കൊലപാതകത്തിന്റെ യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് ആയിട്ട് പോലീസും പിന്നീട് കോടതിയും കണ്ടെത്തുന്നത്.
ഈ കുഞ്ഞനന്തന്റെ പേര് വരുന്നത് വരെ CPM നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത് ലോക്കലായിട്ടുള്ള ചില ആൾക്കാരുടെ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ നടന്ന ഒരു കൊലപാതകമാണെന്നാണ്. പക്ഷെ കുഞ്ഞനന്തൻ CPM പാർട്ടിയുടെ വളരെ സമ്മതനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിനെ അവർക്ക് ചുമ്മാ അങ്ങോട്ട് തള്ളി പറയാൻ പറ്റത്തില്ല. അതോടുകൂടി ഈ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ള ആ ഒരു കഥ പൊതുസമൂഹം അങ്ങ് തള്ളുകയാണ്. പക്ഷേ ഈ കോൺസ്പിറസിയുടെ വേരുകൾ ഏരിയ കമ്മിറ്റി ലെവലിൽ നിൽക്കുന്നില്ല. ഇൻവെസ്റ്റിഗേഷൻ ടീം അന്ന് അറസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന CPM നേതാവ് അന്നത്തെ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള P. മോഹനൻ മാസ്റ്ററാണ്. അതായത് CPMന്റെ ജില്ലാ ഘടകം വരെ അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു കോൺസ്പിറസി നടത്തിയതെന്നും ഈ കൊലപാതകം പ്ലാൻ ചെയ്തതും എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇനിയും മേലേക്ക് ഇതിന്റെ അന്വേഷണം പോകുമോ എന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് അന്ന് സംശയമുണ്ടായിരുന്നു. ഈ അന്വേഷണം ചെന്ന് കയറുന്നത് AKG സെന്ററിലേക്കാണോ എന്നും സ്റ്റേറ്റ് ലെവൽ നേതാക്കന്മാരിലേക്ക് ഈ അന്വേഷണം എത്തുമോ എന്ന കാര്യത്തിൽ അന്ന് ഒരുപാട് ചാനൽ ചർച്ചകൾ നടന്നതാണ്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഈ കടുത്ത അന്വേഷണങ്ങൾക്കും അറസ്റ്റുകൾക്കൊക്കെ ഒടുവിൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വടകര ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നുണ്ട്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ നേതാക്കന്മാരും ഗുണ്ടകളും ഒക്കെയായിരുന്നു അന്ന് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ വിചാരണ ആരംഭിച്ചു. വാദങ്ങളൊക്കെ കേട്ടതിന് ശേഷം 2014 ജാനുവരിയിൽ കോടതി വിധി പ്രഖ്യാപിക്കുകയാണ്. TP വധക്കേസിൽ CPM നേതാക്കൾ ഉൾപ്പെടെ 11 പ്രതികൾക്ക് ജീവപര്യന്തം. കുഞ്ഞനന്തനും KC രാമചന്ദ്രനും മനോജനും ജീവപര്യന്തം. പ്രദീപിന് മാത്രം 3 കൊല്ലം തടവ്. രാഷ്ട്രീയ പകയാണ്. TPയെ ആക്രമിച്ച ആ 7 അംഗ സംഘത്തിനും ഒപ്പം ആ കോൺസ്പിറസിക്ക് കൂട്ടുനിന്ന CPM നേതാക്കളായിട്ടുള്ള PK കുഞ്ഞനന്തനും KC രാമചന്ദ്രനും കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. പക്ഷേ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന CPM പ്രവർത്തകരായിട്ടുള്ള KK കൃഷ്ണനെയും ജ്യോതി ബാബുവിനെയും പിന്നീട് നേതാവായിട്ടുള്ള P. മോഹനെയും ഒക്കെ അന്ന് കോടതി വെറുതെ വിടുന്നുണ്ട്. CH അശോകൻ വിചാരണ തീരുന്നതിന് മുന്നേ തന്നെ ജയിലിൽ വെച്ച് അസുഖം വന്ന് മരിച്ചുപോയിരുന്നു. ഈ CPM നേതാക്കളെ വെറുതെ വിട്ടതിനെതിരെ TPയുടെ ഭാര്യ KK രമയും ഗവൺമെന്റും കൂടെ, അന്നത്തെ UDF ഗവൺമെന്റും കൂടെ ഈ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ പോകുന്നുണ്ട്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്ത കാലത്ത് 2024 ഫെബ്രുവരിയിൽ ഹൈക്കോടതി അന്ന് വിട്ടയച്ച CPM നേതാക്കളായിട്ടുള്ള KK കൃഷ്ണനെയും ജ്യോതി ബാബുവിനെയും കുറ്റക്കാരെന്ന് കണ്ട് അവർക്കും ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നുണ്ട്. ജില്ലാ നേതാവായിട്ടുള്ള P. മോഹനൻ മാസ്റ്ററിനെ വിട്ടയച്ചതിനെ കോടതി ശരിവെക്കുന്നുണ്ട്. ഇത്രയൊക്കെ ആകുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, CPIM എങ്ങനെയാണ് ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നതെന്ന്. അവർ അന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഇപ്പോഴും പറയുന്നത്, അന്നത്തെ കോൺഗ്രസ് സർക്കാർ കള്ളക്കേസുകൾ ഉണ്ടാക്കി CPM നേതാക്കളെ കുടുക്കിയെന്നാണ്. അത് ഒരു പക്ഷേ ഞാനും നിങ്ങളൊക്കെ വിശ്വസിച്ചേനെ കേസിന്റെ കഥകൾ ഇവിടെ തീർന്നിരുന്നെങ്കിൽ. പക്ഷെ 2016 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിൽ തിരിച്ചെത്തുന്നു. പിണറായി വിജയനായ ഈ പ്രതികൾക്ക് ജയിലിനുള്ളിൽ കിട്ടിയത് സാധാരണ ആൾക്കാർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു VIP ട്രീറ്റ്മെന്റ് ആയിരുന്നു. സാധാരണ ഒരു തടവുകാരന് ഒരാഴ്ചയോ 2 ആഴ്ചയോ പരോള് കിട്ടുന്നതിന് വേണ്ടി ജയിൽ ഓഫീസേഴ്സിന്റെയും അധികാരികളുടെയും പിറകിൽ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം നടക്കേണ്ടി വരുന്ന സ്ഥലത്ത് LDF സർക്കാർ അധികാരത്തിലിരുന്നപ്പോഴത്തേക്ക് ഈ പ്രതികൾക്കെല്ലാം വഴിവിട്ട് പരോളുകളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു. 2018 KK രമ ഒരു RTI റിക്വസ്റ്റ് സമർപ്പിക്കുന്നുണ്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ റിക്വസ്റ്റ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ 3 വർഷത്തിനിടയിൽ PK കുഞ്ഞനന്തന് 400 ദിവസത്തോളം പരോൾ ലഭിച്ചിരുന്നു. ഇതിനെതിരെ KK രമ ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട്. അന്ന് കടുത്ത വിമർശനങ്ങളാണ് സർക്കാരിനെ ഏൽക്കേണ്ടി വന്നത്. അങ്ങനെയാണ് ഈ പരോൾ നാടകങ്ങൾ നിർത്തിവെക്കുന്നത്. കുഞ്ഞനന്തൻ 2020 ജയിലിൽ വെച്ച് തന്നെ അസുഖം ബാധിച്ച് മരിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രതികളുടെ VIP ട്രീറ്റ്മെന്റ് അവിടെ അവസാനിക്കുന്നില്ല. 2025 ഫെബ്രുവരിയിൽ കേരള നിയമസഭയിൽ ഒരു ഔദ്യോഗികമായ രേഖ പുറത്തു വന്നായിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉയർത്തിയ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടായിരുന്നു അത് പുറത്തു വന്നത്. അതുപ്രകാരം ഈ പ്രതികളിൽ പലർക്കും 1000-ലേറെ ദിവസങ്ങളാണ് പരോള് കിട്ടിയിട്ടുള്ളത്. മാത്രമല്ല കൊടിസുനി പോലുള്ള ഗുണ്ടാ നേതാക്കന്മാർ ജയിലിൽ വെച്ച് പോലും അവരുടെ ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇതിലെ പ്രതികളിൽ ഒരാളായിട്ടുള്ള മുഹമ്മദ് ഷാഫി ജാമ്യത്തിലിറങ്ങി കല്യാണം കഴിച്ചായിരുന്നു. ആ ചടങ്ങുകളിൽ ആശംസ നേരാൻ എത്തിയത് അന്ന് CPM MLAയും പിന്നീട് കേരള നിയമസഭയുടെ സ്പീക്കറുമായി മാറിയ AN ഷംസീർ ആയിരുന്നു. ഇതിന് അടുത്ത കാലത്ത് പോലും LDF ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പോലും ഈ TP വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവിനായിട്ട് ഒരു ശ്രമം നടത്തിയായിരുന്നു. അത് ഹൈക്കോടതിയുടെ ഉത്തരവിന് കടുത്ത ലംഘനമാണ്. പക്ഷെ പിന്നീട് ആൾക്കാരൊക്കെ അറിഞ്ഞത് കോൺട്രവേഴ്സി ആയപ്പോഴത്തേക്ക് പിൻവലിച്ചായിരുന്നു. ഇവിടെയാണ് നമ്മൾ ആ വലിയ ചോദ്യം ചോദിക്കേണ്ടത്. എന്തിനാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അല്ലെങ്കിൽ CPM പാർട്ടി ഈ കൊലയാളികളെ ഇത്രത്തോളം നെഞ്ചോട് ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്നത്? ഇതൊക്കെ കൊണ്ട് തന്നെയാണ് എത്രത്തോളം CPMന് ഇതിൽ ഇൻവോൾവ്മെന്റ് ഇല്ല എന്നവർ പറഞ്ഞാലും അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാവുന്നത്. ഇവരെ ജയിലിൽ വെച്ച് വാതുറന്നാൽ പാർട്ടിയുടെ ഏത് ഉന്നത കോട്ടകളാണ് തകരുക എന്ന ഭയമാണോ ഈ അമിതമായ ഈ ഒരു സ്നേഹത്തിനും സംരക്ഷണത്തിനും പിന്നിൽ? ജീവിതകാലം മുഴുവൻ അവർ വാതുറക്കാതെ സത്യം പുറത്തു പറയാതിരിക്കാൻ വേണ്ടി അവരുടെ മൗനം വിലയ്ക്ക് വാങ്ങാൻ കൊടുക്കുന്ന പ്രതിഫലമാണോ ജയിലിലെ ഈ ആഡംബര ജീവിതവും പരോളുകളും ഒക്കെ?